നിങ്ങൾക്കറിയാവുന്നത് വിളമ്പലല്ല സെയിൽസ്. അവർക്ക് വേണ്ടത് മാത്രം കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്യലാണ് സെയിൽസ്. ഡ്രില്ലിംഗ് മെഷീൻ അല്ല ആളുകൾക്ക് താല്പര്യം. ആ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന ദ്വാരത്തിനെ കുറിച്ചാണ് ആളുകൾക്ക് കൺസേൺ. അതുപോലെ അയാൾക്ക് അതിന്റെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുന്ന പോലത്തെ ഒരു സെയിൽസ് പ്രോസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഏതൊരാളുടെയും കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ കഴിയും. എപ്പോഴും സെയിൽസിലെ ഒരു പ്രോബ്ലം എന്താ? കസ്റ്റമർ സംശയത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. ഞാൻ ഈ പൈസ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റോ സർവീസോ കൊണ്ട് എനിക്ക് ഗുണമുണ്ടാകുമോ പൈസ നഷ്ടപ്പെടുമോ? ഇതാണ് ഇയാളുടെ ഒരു ടെൻഷൻ. ഒരു ഡോക്ടർ ആക്ച്വലി ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളൊരു പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരാളുടെ പ്രശ്നം സോൾവ് ചെയ്യാനാണ്, നിങ്ങളൊരു സർവീസ് കൊടുക്കുന്ന ഒരാളുടെ പ്രശ്നം സോൾവ് ചെയ്യാനാണ്. നമസ്കാരം സർ. നമസ്കാരം സർ, നമ്മളെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോസും ഇട്ടിട്ടുണ്ട് എങ്ങനെ നമുക്ക് കോൺഫിഡൻ്റ് ആകാം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ പല സെയിൽസ് പേഴ്സണും ഈ ഒരു സ്കില്ല് ഇല്ലാത്തത് കൊണ്ടിട്ട് പലപ്പോഴും സെയിൽസ് നടക്കാതെ പോകുന്നു എന്ന് പല ഓൺട്രപ്രണേഴ്സും നമ്മുടെ അടുത്ത് തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, സ്കില്ല് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് സെയിൽസിൽ? എങ്ങനെ നമുക്കത് ബിൽഡ് ചെയ്യാം? സെയിൽസ് ഒരു പ്രോസസ് ആണല്ലോ. പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രമമുണ്ട്. അതായത് 10 എങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 10. നമുക്ക് താല്പര്യം 10 ആണെങ്കിൽ ആ 1 തൊട്ട് 9 വരെയുള്ള കാര്യങ്ങൾ കറക്റ്റായി നടന്നാൽ 10 നടക്കും എന്നാണ് പറയാം. അപ്പൊ സെയിൽസിൽ ക്ലോസിംഗ് ആണ് എല്ലാവർക്കും താല്പര്യം. അതായത് നമ്മൾ വർത്തമാനം പറഞ്ഞതിന് ശേഷം ഓർഡർ ആക്കണം, അതിനെയാണ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലോസിങ്ങിന് മുമ്പ് കുറെ ക്രമങ്ങളുണ്ട്. ആ ക്രമപ്രകാരം എത്തിയാൽ ക്ലോസിംഗിൽ എത്താം എന്നതാണ്. ഇതിനെയാണ് സെയിൽസ് പ്രോസസ് എന്ന് പറയുന്നത്. നല്ല സെയിൽസ് പ്രോസസ് ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ക്ലോസിങ്ങിൽ അതിന്റെ സ്പെല്ലിംഗ് തന്നെ പഠിപ്പിക്കുന്നത് CLOSING എന്നാണ്. അതിൽ സി മാറ്റിയാൽ ലൂസിങ് എന്നാണ് ആ വാക്ക് പറയുന്നത്. ആ സി ആണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പ്രോസസ് കറക്റ്റായിട്ട് ചെയ്താൽ ആ ക്ലോസിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ് എത്തുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാം, ആൾ ഓർഡർ തരും. അപ്പൊ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു സെയിൽസിൽ. കാരണം പ്രോഡക്റ്റ് വിൽക്കുന്ന എനിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ചോ കമ്പനിയെ കുറിച്ചോ ഇല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന ബെനിഫിറ്റിനെ കുറിച്ചോ ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത കസ്റ്റമർക്ക് എങ്ങനെയാ കോൺഫിഡൻസ് ഉണ്ടാവുക? അതുകൊണ്ട് പറയാ, നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രോഡക്റ്റ് അല്ല വിൽക്കുന്നത്, നിങ്ങളെയാണ് വിൽക്കുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമാണ് നിങ്ങൾ വിൽക്കുന്നത്. അത് നിങ്ങൾ നന്നായി വിൽക്കാൻ കഴിയാതെ വരുമ്പോൾ കസ്റ്റമർ സംശയിക്കും ഈ പ്രോഡക്റ്റിനെ കുറിച്ച്. ഇപ്പൊ സാർ പറഞ്ഞ പോയിന്റിന് ഇങ്ങനെ ചുരുക്കി പറയാം, ലൈക്ക് കോൺഫിഡൻസ് ഇസ് സംതിങ് സിസ്റ്റം ജനറേറ്റഡ് അല്ലെ? അതായത് ഇപ്പൊ ഈ പ്രോസസ്സ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുന്നത് ഒരു സിസ്റ്റമാണ്. അത് വെൽ ഡിഫൈൻഡ് ആയിട്ട് ജനറേറ്റഡ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു സെയിൽസ് പേഴ്സൺ കോൺഫിഡന്റ് ആകും. അതെ, ഇങ്ങനെ ഇതിന് സിമ്പിൾ ആണ്. അതിന്റെ ലോജിക്ക് ഇതാണ്: പ്രോസസ് ക്രിയേറ്റ്സ് റിസൾട്ട്സ്. ലോകത്തെല്ലാം അങ്ങനെയാണ്. ചെയ്യേണ്ട പോലെ ചെയ്താൽ അതിന്റെ റിസൾട്ട് കിട്ടും. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടിയാൽ വെള്ളം ഉണ്ടാകും. അത് നിയമമാണ്, അത് ലോകത്ത് സംഭവിക്കും. അപ്പൊ ആ പ്രോസസ് കറക്റ്റ് ആണെങ്കിൽ റിസൾട്ട് ഉണ്ടാകും. അപ്പൊ പ്രോസസ്സിൽ നമ്മൾ എക്സ്പേർട്ട് ആണെങ്കിൽ റിസൾട്ട് ഉണ്ടാകും. റിസൾട്ട് ഭയങ്കര കോൺഫിഡൻസ് തരും. ഇപ്പൊ ഉദാഹരണം, നിങ്ങൾ 10 പേരെ കണ്ടു, 9 പേരെ നിങ്ങൾ ക്ലോസ് ചെയ്തു, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായി കൂടും. അപ്പൊ ആ അതൊരു സൈക്ലിക് പ്രോസസ് ആണ് കേട്ടോ. പ്രോസസ് നല്ലതാണെങ്കിൽ റിസൾട്ട് കൂടും. റിസൾട്ട് കൂടുമ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആകും. കോൺഫിഡൻ്റ് ആകുമ്പോൾ നിങ്ങൾ ഈ പ്രോസസ്സിൽ കുറേയും കൂടി എഫക്റ്റീവ് ആകും. അപ്പൊ പിന്നെയും റിസൾട്ട് കൂടും. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. സൈക്ലിക് പ്രോസസ്. ഇപ്പൊ പല ഓൺട്രപ്രണേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ വരുന്ന സെയിൽസ് പേഴ്സണ് ഞാൻ ഭയങ്കരമായി പ്രൊഡക്റ്റ് നോളജുകൾ കൊടുക്കാറുണ്ട്. ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എല്ലാ നോളജും അവന് ഞാൻ കൊടുക്കും. പക്ഷെ എന്നാൽ ക്ലോസിംഗിലേക്ക് വരുമ്പോൾ അത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അവനത് ലൂസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണാറുണ്ട്. ബേസിക്കലി ഇവിടെ എന്ന് പറയുമ്പോൾ നോളജ് കുറെ ഉണ്ട്, പക്ഷെ
അതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിലും ആ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടിട്ട് ആ റീഅഷുറൻസ് ആ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതല്ലേ അവിടെ ഉണ്ടാവുന്നത്. അതെ, അത് ഈ പ്രോഡക്റ്റ് നോളേജ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ കാര്യമാണ്. അതിനെങ്ങനെയാ പറയാ, ഞാൻ വിൽക്കുന്ന പ്രോഡക്റ്റിന്റെ ടെക്നിക്കാലിറ്റി അല്ല നിങ്ങൾക്ക് വേണ്ടത്. പകരം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഈ തമാശക്ക് പറഞ്ഞു കേൾക്കാറുണ്ട്, ഡ്രില്ലിംഗ് മെഷീനല്ല ആളുകൾക്ക് താല്പര്യം, ആ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന ദ്വാരത്തിനെ കുറിച്ചാണ് ആളുകൾക്ക് കൺസേൺ. അപ്പൊ ദ്വാരം എങ്ങനെ ഉണ്ടാകുമെന്നും ആ ദ്വാരത്തിന്റെ പ്രത്യേകതകൾ എന്നാണ് നിങ്ങൾക്ക് താല്പര്യം. ഡ്രില്ലിംഗ് മെഷീൻ എന്നതിനെ കുറിച്ചല്ല താല്പര്യം. അപ്പൊ അതുപോലെ അയാൾക്ക് അതിന്റെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുന്ന പോലത്തെ ഒരു സെയിൽസ് പ്രോസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഏതൊരാളുടെയും കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ കഴിയും. എന്താണ് അയാൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ആ പ്രോസസ് പലപ്പോഴും സെയിൽസ് പ്രോസസ് പല സ്ഥാപനങ്ങളിലും ഉണ്ടാവാറില്ല. ഒരാളെ വിളിക്കും, എങ്ങനെയെങ്കിലും കച്ചവടം നടത്താൻ പറയും. എങ്ങനെയെങ്കിലും കച്ചവടം നടത്താൻ പറഞ്ഞാൽ നടക്കില്ല എന്നതാണ്. അങ്ങനെ നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായി ഇയാളുടെ കോൺഫിഡൻസ് താഴോട്ട് വരും. ഇയാളുടെ കോൺഫിഡൻസ് താഴോട്ട് വരുമ്പോൾ ഇയാൾ പിന്നെ ഒന്നില്ലെങ്കിൽ അയാൾ വിട്ടുപോകും, അല്ലെങ്കിൽ അവൻ്റെ പെർഫോമൻസ് താഴെ വരും, ആകെ പ്രശ്നങ്ങളാവും. ഇതൊക്കെയാണ്. അപ്പം ആദ്യം എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പറയും നല്ല ഒരു കളിക്കാരനെ കൊണ്ടുവന്നു, പക്ഷേ കളിക്കുന്ന ഗ്രൗണ്ടും ശരിയല്ല, കൂടെ കളിക്കുന്ന ആളുകളും നിയമം കൃത്യമായി പാലിക്കുന്നവരല്ല. ഒരു കളിക്കൊരു നിയമങ്ങളോ പ്രോസസ്സോ ഒന്നും ഇല്ലാതെ കളിച്ചാൽ കളിക്കാരൻ്റെ കളി പുറത്തെടുക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് സെയിൽസ്. ഇപ്പൊ ഇതിനെ ഇങ്ങനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ അൺകോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് പേഴ്സൺ ആക്ച്വലി അൺസർട്ടനിറ്റി ആണ് ഒരു കസ്റ്റമർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കസ്റ്റമർക്ക് വേണ്ടത് സെർട്ടണിറ്റി ആണ്. ലൈക്ക് അതെ, ഉറപ്പാണ് വേണ്ടത്. ആ ഉറപ്പ് കൊടുക്കാൻ അവന് ശരിക്കും കോൺഫിഡൻസ് വേണം. അപ്പൊ അതില്ലാത്തത് കൊണ്ട് അവൻ അൺസർട്ടൺ ആക്കുകയാണ് കസ്റ്റമറെ. അതല്ലേ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പിലാണ് കോൺഫിഡൻസ് ഉള്ളത്. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഇത് നടക്കും എന്ന ഉറപ്പാണ് കോൺഫിഡൻസ്. അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ കോൺഫിഡൻസ് കുറവാണെന്നല്ലേ അർത്ഥം. അപ്പൊ ആ സെർട്ടനിറ്റി, അതായത് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ഗുണമുണ്ടാകുമെന്നും അത് ഇത്രയും കാലത്തെ അനുഭവങ്ങൾ കൊണ്ടും പഠനങ്ങൾ കൊണ്ടും നമുക്ക് അങ്ങനെ ആ ഉറപ്പ് കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ഉള്ളതെന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അത് കൊടുക്കുമ്പോഴേ കസ്റ്റമർക്ക് കോൺഫിഡൻ്റ് ആവുള്ളൂ. എപ്പോഴും സെയിൽസിലെ ഒരു പ്രോബ്ലം എന്താ, കസ്റ്റമർ സംശയത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. എന്താ വെച്ചാൽ ഞാൻ ഈ പൈസ കൊടുക്കുമ്പോൾ ഒരു ട്രാൻസാക്ഷനാണ്. ഞാൻ ഈ പൈസ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റോ സർവീസോ കൊണ്ട് എനിക്ക് ഗുണമുണ്ടാകുമോ പൈസ നഷ്ടപ്പെടുമോ, ഇതാണ് ഇയാളുടെ ഒരു ടെൻഷൻ. ഈ ടെൻഷനിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഗുണമുണ്ടാകും എന്ന് അയാൾക്ക് വിശ്വാസം വന്നാൽ അയാൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിരിക്കും. ആ വിശ്വാസം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ചില കമ്പനികളൊക്കെ പറയും, നിങ്ങൾ ഉപയോഗിച്ചതേ നിങ്ങൾ വിൽക്കാവൂ എന്ന് പറയും. ചില പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കൂ. ഒരു ഫോൺ വിൽക്കാൻ പോകുന്ന ആൾ അയാൾ ആ ഫോൺ ഉപയോഗിക്കുന്നില്ല, എന്നിട്ട് അയാൾ ആ ഫോൺ അല്ലാത്ത ഫോൺ വിൽക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പോലെ ഞാൻ ഐഫോൺ വിൽക്കുന്ന ആൾ ഐഫോൺ ഉപയോഗിക്കുന്നില്ല, എന്നിട്ട് ഐഫോണിനെ കുറിച്ച് വാദോരാത് പറയുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പോലെ. ഇപ്പം ചില പ്രോഡക്റ്റ് നമുക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാലും നമുക്ക് ആ പ്രോഡക്റ്റിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കണമെങ്കിൽ അതുകൊണ്ട് അങ്ങനെ പറയാം. നിങ്ങൾ ഉപയോഗിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, പല സെയിൽസ്മാനും പല ഓണ്ടർപ്രണേഴ്സും പറയുകയാണ്, ഈ പ്രൈസിന്റെ കാര്യം പറയുമ്പോഴാണ് അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തത്. പലപ്പോഴും സെയിൽസ് പേഴ്സൺ അത് കോൺഫിഡൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും പൈസ ഉണ്ടോ നിങ്ങളുടെ പ്രൊഡക്റ്റിന് ചോദിക്കുമ്പോഴത്തേനും ഇവിടുന്ന് കൊടുക്കുന്ന റിപ്ലൈ കോൺഫിഡൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അത് അഷർ ചെയ്ത് കൊടുക്കാനും അതിന്റെ വാല്യൂ കൺവിൻസ് ചെയ്ത് കൊടുക്കാനും പറ്റുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഗെറ്റ് കൺവിൻസ്ഡ്. അപ്പോൾ ആ പ്രൈസിന്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റുകൾ കസ്റ്റമറായിട്ടും സെയിൽസ് പേഴ്സൺ ആയിട്ടും ഉണ്ടാവാറുണ്ട്. ഇതിൽ കോൺഫിഡൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? നമുക്ക് പ്രൈസിങ്ങിനെ കുറിച്ച് ആക്ച്വലി ഒരു ഫുൾ വീഡിയോ ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എല്ലാ കൊല്ലവും ഇൻഫ്ലേഷൻ ഉണ്ട്, എല്ലാത്തിൻ്റെയും വില കൂടുന്നുണ്ട്. കറക്റ്റ്. നമ്മുടെ സ്ഥാപനത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ റോ മെറ്റീരിയൽസിന്റെ വില കൂടി, എംപ്ലോയീസിന് ഇൻക്രിമെന്റ് കൊടുക്കണം, യാത്രകളുടെ ചെലവ് കൂടി, ഇന്ധനങ്ങളുടെ ചെലവ് കൂടി, എല്ലാത്തിനും ചെലവ് കൂടുന്നുണ്ട്. പക്ഷേ പ്രോഡക്റ്റിന്റെ പ്രൈസ് മാത്രം കൂട്ടാൻ പാടില്ല എന്ന് പറയുന്നത്
നിലനിൽപ്പിന് തന്നെ അപകടമാണ്. അപ്പോൾ പ്രൈസ് കൂട്ടുകയാണ്, നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂട്ടുകയാണെന്ന് പറഞ്ഞാൽ ആദ്യം എതിർക്കുന്ന ആരായിരിക്കും? സെയിൽസ്മാൻ ആയിരിക്കും. അപ്പൊ സെയിൽസ്മാൻ പ്രൈസിനെ എതിർക്കുന്നതിന് കാരണം ഒന്ന്, ഇയാൾക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വാല്യൂ പ്രൊപ്പോർഷനെ കുറിച്ച് നല്ല ധാരണയില്ല. നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഈ പ്രോഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടാകും എന്നതിനെ കുറിച്ച് എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഞാൻ ആ പ്രൈസിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ശരിയാണ്. ഐഫോൺ വിൽക്കുന്ന ആരെങ്കിലും അത് വില കുറച്ച് കൂടുതലാണ്, നിങ്ങളൊന്ന് നോക്കുക എന്നിട്ട് നമുക്ക് ആലോചിച്ചാൽ മതി എന്ന് പറയാറില്ല. ഐഫോണിന്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ 1,29,000 ബുക്ക് ചെയ്യണം നിങ്ങൾ, എങ്കിലേ കിട്ടുള്ളൂ എന്ന് പറയുന്നത് ആ വിൽക്കുന്നവന്റെ പിന്നെ ആ ബ്രാൻഡിന്റെ മഹത്വവും അതുണ്ടാക്കിയ ട്രസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ പോലും അത് വിൽക്കുന്നവന്റെ ഒരു കോൺഫിഡൻസ്, ആ വാല്യൂ പ്രൊപ്പോർഷനെ കുറിച്ച് ധാരണ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾ പ്രൈസിൽ ബബ്ബ അടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പലപ്പോഴും ഈ പ്രൈസ് പറയുന്നതിന് മുമ്പ് വാല്യൂ പറയണം. പക്ഷെ പ്രൈസ് പറഞ്ഞതിന് ശേഷം കുറേ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. അതൊക്കെ ആ പേടി ഉള്ളിലുള്ളത് കൊണ്ടാണ് അയാൾ ഈ പ്രൈസിന് അയാൾ കൺവിൻസ്ഡ് ആയോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു ടെൻഷനാണ് യഥാർത്ഥത്തിൽ. കസ്റ്റമർക്ക് ടെൻഷൻ ഇല്ല, നമുക്കാണ് ടെൻഷൻ. അപ്പൊ ഇങ്ങനത്തെ സിനാരിയോയിൽ ഒരു സെയിൽസ് പേഴ്സൺ കോൺഫിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഹി ഷുഡ് നോ വാട്ട് ഇസ് ദ വാല്യൂ പ്രൊപ്പോസിഷൻ. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റണം. അതൊരു സെയിൽസ് പ്രോസസ്സിന്റെ ഭാഗമാണ് കേട്ടോ. സെയിൽസ് പ്രോസസ്സിൽ പ്രസന്റേഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ വാല്യൂ പ്രൊപ്പോസിഷൻ ആണ്. നമ്മൾ പറയില്ലേ, ഫീച്ചേഴ്സ് അല്ല വിൽക്കുക, ബെനിഫിറ്റ്സ് ആ വിൽക്കുക. ഈ കമ്പ്യൂട്ടറിൽ എത്ര റാം എന്നോ എത്ര ഇതിന്റെ ഹാർഡ് ഡിസ്കോ എന്നതല്ല പ്രധാനം. ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹാങ് ആവില്ല, നിങ്ങൾക്ക് തപ്പേണ്ട ആവശ്യമില്ല, ഹീറ്റ് ആവില്ല, ഇങ്ങനത്തെ ഇതെല്ലാമാണ് നിങ്ങളെ അപേക്ഷിച്ച് പ്രധാനം. സാറിന്റെ ലൈഫിൽ സാർ കുറെ സെയിൽസ് പേഴ്സണെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വീടുകളിലാണെങ്കിലും സെയിൽസിന് വരുമ്പോഴത്തേനും അവർ ഇരുത്തി സാറ് സംസാരിക്കാറുണ്ടത്. ഒരു നല്ല സെയിൽസ് പേഴ്സൺ എങ്ങനെയുള്ള ആളായിരിക്കും സാറിന്റെ ഒരു ഇതിൽ? ഇപ്പൊ സാർ ആദ്യമേ പറഞ്ഞു ഓവർ എക്സ്പ്ലെയിനിങ് ആയിട്ടുള്ള ആള് നമുക്ക് പറ്റത്തില്ല. കാരണം സെയിൽസ് പേഴ്സൺ എപ്പോഴും ലിസൺ ചെയ്യേണ്ട ആളായിരിക്കണം. അപ്പൊ സാറ് കണ്ട സെയിൽസ് പേഴ്സൺസിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെയിൽസ് പേഴ്സൺ എങ്ങനെയാണ്? ഞാൻ പല മികച്ച സെയിൽസ്മാൻമാരുടെ കൂടെ സെയിൽസിന് പോയിട്ടുണ്ട്. അവരുടെ കൂടെ എങ്ങനെ ഇരുന്നിട്ട് അവരിൽ കണ്ട പൊതുവായ ഒരു കാര്യം, ഡയറക്റ്റ് സെല്ലിങ്, വീട്ടിൽ കയറി ചെല്ലുമ്പോഴായാലും ആ സ്ഥാപനത്തിൽ കയറി ചെല്ലുമ്പോഴായാലും വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇവർ പോവുക. സത്യത്തിൽ ഇവർ അധികം സംസാരിക്കാറില്ല. വളരെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, കസ്റ്റമറെ കൊണ്ട് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യിക്കും. ആ കസ്റ്റമറുടെ കാര്യങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വളരെ കോൺഫിഡൻ്റായി ആ ഫോം പൂരിപ്പിച്ച് മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നത് വിളമ്പലല്ല സെയിൽസ്. അവർക്ക് വേണ്ടത് മാത്രം കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്യലാണ് സെയിൽസ്. നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ കൺവിൻസ് ചെയ്യണമെങ്കിൽ ആ കാര്യത്തിൽ ഞാൻ കൺവിൻസ്ഡ് ആയിരിക്കണം. എനിക്ക് കൺവിൻസ്ഡ് ആകാത്തൊരു കാര്യം ഞാൻ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമല്ല എന്നതാണ്. അപ്പോൾ അങ്ങനെ വളരെ ക്ലാരിറ്റിയോടുകൂടി വളരെ കോൺഫിഡൻ്റായി കുറച്ച് സംസാരിക്കുകയും എന്നാൽ അത് വളരെ അസെപ്റ്റീവായി പറയുകയും ചെയ്യുന്ന ആളുകളെയാണ് മികച്ച സെയിൽസ്മാൻമാരായി ഞാൻ കണ്ടേക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക, അറിയാവുന്നെല്ലാം ഛർദ്ദിക്കുക, അതൊരു മികച്ച സെയിൽസ്മാന്റെ പണിയല്ല. ഇപ്പൊ പറഞ്ഞത് ഡയറക്ട് സെല്ലിങ്ങിന്റെ കാര്യമാണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സിലുള്ളവര് ടെലി സെയിൽസ് ചെയ്യുന്നവരുണ്ടാവും. ടെലി സെയിൽസിലേക്ക് വരുമ്പോൾ ഏറ്റവും ഒരു കോൺഫിഡൻസ് നമുക്ക് കാണിക്കാൻ പറ്റുന്ന കുറച്ച് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? അല്ല, ഈ മറ്റേ സെയിൽസിൽ ആളെ കാണാൻ പറ്റും. ഇയാൾ നടന്നു വരുന്ന കോൺഫിഡൻ്റ് ആണോ, ഇയാളുടെ മുഖഭാവം ചിരിച്ചുകൊണ്ടാണ്. ഇതൊക്കെ ടെലിസെയിൽസിന് ഏറ്റവും വലിയ പരിമിതി എന്താ? ഇതൊന്നും കാണുന്നില്ല എന്നതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന എന്താ? നിങ്ങളുടെ ശബ്ദത്തിലൂടെയാണ് നിങ്ങളുടെ എൻതുസിയാസം, നിങ്ങളുടെ കോൺഫിഡൻസ് എല്ലാം പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം, ഒരു സെയിൽസ്മാൻ വിളിക്കുമ്പോൾ അയാൾ പറയാണ്, സാർ നമസ്കാരം, ഞാൻ മധുഭാസ്കരനാണ്, സമഗ്രയെന്ന് വിളിക്കുകയാണ്. അയാൾക്ക് കൃത്യമായി മനസ്സിലാവും ഇവൻ പേടിച്ച് ഈ എന്തോ കടം ചോദിക്കാൻ വിളിക്കുന്ന പോലെയാണ് വിളിക്കുന്നത്. പകരം ആ ഫോൺ എടുത്ത്, സാർ ഗുഡ് മോർണിംഗ്, ഞാൻ മധുഭാസ്കരൻ, സമഗ്രയെന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസും എൻ്റെ എൻതുസിയാസവും ഞാൻ അയാളെ എൻ്റെ വോയിസിലൂടെ ഞാൻ അറിയിക്കുകയാണ്. ആ സാധനം ചെയ്തിട്ട് വേണം ചെയ്യാമെന്നാണ്.
എന്നിട്ട് അത് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ആ സെയിൽസ് പ്രോസസ് പ്രകാരം വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, കാരണം നമ്മൾ ആക്ച്വലി ഒരു സെയിൽസ്മാൻ്റെ പണി എന്താ എന്നോട് ചോദിച്ചാൽ, വി ആർ ഹെൽപ്പിംഗ് പീപ്പിൾ. ഒരാൾക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യാനാണ് നിങ്ങൾ അയാളെ വിളിക്കുന്നത്. പിന്നെ നിങ്ങൾ പേടിക്കണേ. നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറാണോ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കേണ്ടത്, പേഷ്യൻ്റ് ആണോ കമ്പാരിറ്റീവ്ലി കോൺഫിഡൻ്റ് ആയിരിക്കേണ്ടത്? ഡോക്ടറാണ്. തർക്കമുണ്ടോ? ഇത് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഡോക്ടറല്ലേ. കാരണം ഡോക്ടർ യഥാർത്ഥത്തിൽ ആ പേഷ്യന്റിനെ സഹായിക്കുകയാണ്. അപ്പൊ പ്രശ്നമുള്ള ആള് പേഷ്യന്റ് അല്ലേ, ഹെൽപ്പ് ചെയ്യുന്ന ആളാരാ? ഡോക്ടറാണ്. സെയിൽസിൽ അത് എങ്ങനെ വരും? ഡോക്ടറാണ് സെയിൽസ്മാൻ ആണ് ഡോക്ടർ. മറ്റാൾക്കൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ടല്ലേ അയാൾക്കൊരു ആവശ്യം വരുന്നേ, അയാളെ ഹെൽപ്പ് ചെയ്യാൻ പോണതല്ലേ. പിന്നെ നിങ്ങൾ പേടിക്കണേ. ഇത് മനസ്സിലേക്ക് വന്നാൽ തന്നെ ദ സെയിൽസ് പേഴ്സൺ വിൽ ബി കോൺഫിഡന്റ്. അല്ലാത്തൊരു, അതായത് ഞാനൊരു കൺസൾട്ടന്റ് ആണ്, ഞാനൊരു പ്രോബ്ലം സോൾവർ ആണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ പകുതി നമുക്ക് കോൺഫിഡന്റ് ആവും. ആ ചിന്ത ഇല്ലെങ്കിൽ നിങ്ങൾ സെയിൽസ്മാൻ ആവരുത്. മറ്റത് കൊള്ളയടിക്കലാണ്. ഒരു ഡോക്ടർ ആക്ച്വലി ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളൊരു പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരാളുടെ പ്രശ്നം സോൾവ് ചെയ്യാനാണ്, നിങ്ങളൊരു സർവീസ് കൊടുക്കുന്ന ഒരാളുടെ പ്രശ്നം സോൾവ് ചെയ്യാനാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വിളിക്കണം. ചിലപ്പോൾ അയാൾക്ക് അയാളുടെ അസുഖം അറിയില്ല എന്നിരിക്കും, നമ്മളത് അറിയിക്കുക എന്നാണ്. നിങ്ങൾക്ക് തലവേദന ഉണ്ടെന്ന് പറയുന്നത് ഉള്ളിൽ ഒരു ട്യൂമർ ഉള്ളത് കൊണ്ടാണെന്ന് ഡോക്ടർ പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു പോകുന്ന ആളുണ്ടാവാം. പക്ഷേ അത് ഓർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് വരാം സർ. ലീഡർഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഇപ്പോൾ ടീമിലേക്ക് ആളുകൾ വരുന്നു, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഡർ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ താഴെയുള്ള സെയിൽസ് ടീം കോൺഫിഡൻ്റ് ആയിരിക്കും. ഹൗ ലീഡർഷിപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ബിൽഡിംഗ് കോൺഫിഡൻസ്? അല്ല, ഈ പ്രോസസ്സിലെല്ലാം നോക്കൂ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഏറ്റത്താഴ്ചകളുടെ ഒരു സാധനമാണ്. ചില മാസങ്ങൾ സെയിൽ കൂടും, ചില മാസങ്ങൾ ചിലപ്പോൾ താഴോട്ട് വരും, അൺഎക്സ്പെക്റ്റഡ് കാരണം കൊണ്ട് സെയിൽ വന്നേക്കാം. അപ്പോൾ ഇതിന് കോൺഫിഡൻസ് ലെവൽ കൂടി ഇറങ്ങിയിരിക്കും. പലപ്പോഴും സെയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൂഡ് ഔട്ടായിട്ട് സെയിൽസ് ടീം ഇരിക്കുന്ന കാണാം. സെയിൽ കൂടുന്ന സമയത്ത് ഭയങ്കര തുള്ളിച്ചാടി നടക്കണ കാണാം. ഒരു നല്ല ലീഡർ ഉണ്ടെങ്കിൽ ഈ സമയത്തെല്ലാം അദ്ദേഹം നമ്മളെ ലീഡ് ചെയ്യും. അതായത് വലിയ സെയിൽസ് വരുമ്പോൾ ഒരുപാട് തുള്ളാനും വേണ്ട, സെയിൽസ് താഴോട്ട് പോകുമ്പോൾ തളരുകയും വേണ്ട എന്ന് പറഞ്ഞ ലെവലിൽ കൊണ്ടുപോകാൻ ഒരു ലീഡർ, ഒരു മെന്റർ സെയിൽസ് ടീമിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ഉള്ളപ്പോൾ സെയിൽസ് ടീം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോകും. ലീഡർഷിപ്പിന് അതിലൊരു പങ്കുണ്ട്. ഒരു ഫൈനലായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓണ്ടർപ്രണേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺസ് കുറേ ഇത് കാണുന്നുണ്ടാവും, അവരുടെ അടുത്ത് സാറിന് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ലോകത്തെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ ഒന്നാണ് സെയിൽസ്. ലോകത്ത് മികച്ച സെയിൽസ്മാന് ജോലി കിട്ടാതിരിക്കുന്ന അവസ്ഥ ഈ ലോകത്തില്ല. ഒരു നല്ല അക്കൗണ്ടന്റിന് ജോലി കിട്ടാതിരിക്കാം 1-2 മാസമൊക്കെ, എന്നാൽ ഒരു നല്ല സെയിൽസ്മാന് ഒരു ദിവസം പോലും വെറുതെ ഇരിക്കേണ്ടി വരില്ല. അത്രയും ഡിമാൻഡുള്ള ഒരു പ്രൊഫഷനാണ് സെയിൽസ്. ഒറ്റ കാര്യം, അതിനെ സ്നേഹിച്ച് ചെയ്യണം, ആത്മാർത്ഥമായി ചെയ്യണം, കോൺഫിഡൻ്റ് ആയി ചെയ്യണം. റിസൾട്ട് വരും. റിസൾട്ട് വന്നാൽ സ്ഥാപനം നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. അതാണ് സെയിൽസ്. സർ, താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ല കുറേ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തതിന്, ഇത്ര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള റിയൽ എക്സ്പീരിയൻസിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന്. നമ്മളിനി നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.